നമ്മുടെ കർത്താവായ യേശുവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും സഹോദരങ്ങളെയും ബന്ധുമിത്രാദികളെയും ഓർത്ത് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കുമായി എൻ്റെ സ്നേഹിതരെ, നിങ്ങളെല്ലാം എന്നെ കണ്ടപ്പോൾ സന്തോഷത്തോട് സ്വീകരിക്കുകയും ഒത്തിരി സന്തോഷത്തോട് പെരുമാറുകയൊക്കെ ചെയ്തല്ലോ. അതിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്ന ഇനിയും നമുക്ക് ഒരുമിച്ച് കൂടുവാൻ കർത്താവ് ഒരുക്കുന്ന സമയം വരെയും നമുക്ക് വചനത്തിൽ മുന്നോട്ട് പോകാം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇന്ന് വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊറിന്ത്യക്കാർക്ക് എഴുതിയ ലേഖനം 1 കൊറിന്ത്യസ് 14 അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളാണ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. ആ വചനം ഇപ്രകാരമാണ്: സ്നേഹമായിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യം. അതേസമയം ആത്മീയ ദാനങ്ങൾക്കായി, പ്രത്യേകിച്ച് പ്രവചനവരത്തിനായി തീഷ്ണതയോട് ആഗ്രഹിക്കുവിൻ. ഭാഷാപരമുള്ളവൻ മനുഷ്യരോടല്ല, ദൈവത്തോടാണ് സംസാരിക്കുന്നത്. അവൻ പറയുന്നത് ആരും ഗ്രഹിക്കുന്നില്ല. അവൻ ആത്മാവിനാൽ പ്രചോദിതനായി രഹസ്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നു. നേരെ മറിച്ച് പ്രവചിക്കുന്നവൻ മനുഷ്യരോട് സംസാരിക്കുന്നു. അത് അവരുടെ ഉത്കർഷത്തിനും ഉത്സാഹത്തിനും ആശ്വാസത്തിനും ഉപകരിക്കുന്നു. കർത്താവിൻ്റെ വചനം. പ്രിയപ്പെട്ടവരെ, ഇവിടെ നമുക്ക് സ്നേഹത്തെക്കുറിച്ചാണ് കർത്താവ് പറയുന്നത്. അതുപോലെ തന്നെ 1 യോഹന്നാൻ 3 അധ്യായത്തിലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് പിതാവ് നമ്മോട് കാണിച്ചത്. ദൈവമക്കളെന്ന് നാം വിളിക്കപ്പെടുന്നു, നാം അങ്ങനെയാണ് താനും. പ്രിയപ്പെട്ടവരെ, നമുക്ക് ദൈവത്തിൻ്റെ മക്കളായി ദൈവീക സ്വഭാവത്തിൽ നമുക്ക് മുന്നോട്ട് പോകാം. നമ്മൾ ആരെയും പരിഹസിക്കുന്നവരാകരുത്, നമ്മൾ ആരെയും നിന്ദിക്കുന്നവരാകരുത്. ഈ എൻ്റെ ഒരു ചെറിയ വ്യക്തിയെ പോലും നിന്ദിക്കരുതെന്നാണ് കർത്താവ് പറയുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണ്. ഒരുപക്ഷെ നമ്മളെ ഇന്ന് ഒത്തിരി വേദനിപ്പിക്കുന്നവരായിരിക്കും നാളെ നമ്മളെ ഒരുപാട് സ്നേഹിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ നമുക്ക് സ്നേഹം, യേശുവിൻ്റെ സ്നേഹത്തിൽ വളരാം. യേശു നാമം ഒന്നായിരിക്കാം. 91 സങ്കീർത്തനത്തിൽ, അതായത് 14 വാക്യത്തിൽ പറയുന്ന, അവൻ സ്നേഹത്തിൽ എന്നോട് ചേർന്ന് നിൽക്കുന്നതിനാൽ ഞാൻ അവനെ സംരക്ഷിക്കും. നമ്മൾ ആരോടാണ് ചേർന്ന് നിൽക്കേണ്ടത്? കർത്താവിനോട് ചേർന്ന് നിൽക്കണം. നമ്മൾ മനുഷ്യരുടെ പ്രോത്സാഹനത്തിനോ മനുഷ്യരുടെ നന്മയ്ക്കോ അല്ല നമ്മൾ ചെയ്യേണ്ടത്. കർത്താവിൻ്റെ സ്നേഹത്തിന്, കർത്താവിൻ്റെ നന്മയ്ക്ക്. കർത്താവ് നമ്മളെ എന്താ തിരഞ്ഞെടുത്തത്? കർത്താവിനൊരു ഉപകരണമായി മാറാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മൾ മനുഷ്യരെ നോക്കിയാൽ അവർ നമ്മളെ നിന്ദിക്കും, പരിഹസിക്കും, താഴ്ത്തിക്കെട്ടും. അതിലും നല്ലത് നമ്മൾ യേശുവിൻ്റെ പൊന്മുഖം നോക്കുക. അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി, അവർ ലജ്ജിതരാകത്തില്ല. അതുകൊണ്ട് നമുക്ക് യേശുവിനെ നോക്കാം, യേശുവിൻ്റെ സ്നേഹത്തിൽ വളരാം. ഈ പ്രാർത്ഥന കേൾക്കുന്ന എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇന്ന് ഒക്ടോബർ 6-ാം തീയതി എൻ്റെ അമ്മായിയപ്പൻ്റെ ജന്മദിനമാണ്. 95 വയസ്സാണ് തികയുന്നത്. ഞങ്ങളെല്ലാം രാവിലെ പപ്പയുടെ അടുത്ത് പോകും. നിങ്ങളെല്ലാവരും എൻ്റെ പപ്പയുടെ ആയുസ്സിനും ദീർഘായുസ്സിനും കർത്താവ് ഇന്നോളം കൊടുത്ത നന്മയ്ക്കും എല്ലാം വേണ്ടി നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം. ഹെൻറി എന്നാണ് പേര്. എല്ലാവരും നിങ്ങൾ പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അങ്ങനെ നമുക്ക് പ്രാർത്ഥനയിൽ വളരാം. നമ്മുടെ ആവശ്യങ്ങളെല്ലാം നമ്മുടെ സ്വർഗീയ പിതാവിനോട് പങ്കുവയ്ക്കാം. നമ്മൾ പങ്കുവെക്കുകാരാവുന്ന മക്കളായി നമുക്ക് മുന്നോട്ട് പോകാം. ഹല്ലേലൂയ. അങ്ങനെ സർവശക്തനായ ദൈവം നിങ്ങളെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ഈ വചനം കേൾക്കുകയും ധ്യാനിക്കുകയും ഇതോടൊപ്പം ജീവിക്കുകയും ചെയ്യുന്ന എല്ലാവരെയും കർത്താവ് സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ സ്നേഹം കൊണ്ട് നിങ്ങളെല്ലാം മൂടട്ടെ. നിങ്ങളുടെ എല്ലാം പ്രാർത്ഥനയിൽ എന്നെ, എൻ്റെ കുടുംബത്തെ ഓർക്കണം. നിങ്ങളെല്ലാം ഞാനും എൻ്റെ കുടുംബങ്ങളും ഓർത്ത് പ്രാർത്ഥിക്കും. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ ആവശ്യങ്ങൾ മധ്യസ്ഥ പ്രാർത്ഥന വഴി നിങ്ങളുടെ ആവശ്യങ്ങൾ ഞങ്ങളെ വിളിച്ചറിയിച്ചാൽ ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നതായിരിക്കും. പ്രൈസ് ദി ലോർഡ്. സ്വർഗത്തിൻ്റെ ഭൂമിയുടെ നാഥനായ പിതാവ് നിങ്ങളെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ദൈവം എല്ലാ നന്മകളും കൊണ്ട് നിങ്ങളെ നിറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ ദൈവം സത്യസ്വരൂപനും പ്രകാശവാനും അന്ധകാരത്തിൽ പ്രകാശം ഉദിപ്പിക്കുന്നവനും അന്ധകാരത്തിൽ കഴിയുന്നവനെ വീണ്ടെടുക്കുന്നവനുമായ എൻ്റെ സ്വർഗീയ പിതാവ് നിങ്ങളെല്ലാം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ആത്മാവിൻ്റെ നിറവ് നിങ്ങളുടെ എല്ലാം മേൽ അയക്കട്ടെ. വചനത്തിൻ്റെ പൊരുൾ തിരിച്ചറിയാനുള്ള കഴിവ് നിങ്ങൾക്കെല്ലാവർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. സർവശക്തനും നീതിമാനുമായ ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ.